ഈ പ്രേതം എന്ന് പറയുന്നത് നെഗറ്റീവ് ഊർജ്ജമാണ് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഒരു ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് നിങ്ങൾ ക്ലിയർ ക്യാമറയിൽ കൂടി വെച്ചിട്ട് ഏതെങ്കിലും സമയത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ എന്താ CCTV, അതെ, ആത്മാവ്. സർ, ഈ ആത്മാവ് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിനകത്ത് പല രീതിയിലുള്ള ബിംബങ്ങളും പേടികളും ആണ് വരുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരാൾക്ക് മാനസികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈസിസ് വരുമ്പോൾ ഒരു ദൈവജ്ഞനെ കാണുന്ന സമയത്ത് കുറച്ച് പേര് പറയാറുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ആത്മാവിൻ്റെ പ്രസൻസ് ഉണ്ടാകുന്നു. അപ്പോൾ അത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പ്രശ്നം വെച്ച് നോക്കിയ പ്രശ്നം ആരുടെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാവത്തിൽ അതിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും പറയുക. ഇതിന് എന്തുമാത്രം സാധ്യതയുണ്ട്? റിലവൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴത്തെ പ്രായോഗിക ജീവിതത്തിൽ അതൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ ഈ സമയത്തൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ഒരു ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ബേസിക്കലി ആത്മാവ് എന്ന് പറയുന്നത് ഇപ്പോൾ റൂഹ് എന്ന് പറയുന്ന മുസ്ലിം വെർഷനും, അതേമാതിരി തന്നെ പ്രേത ബന്ധങ്ങൾ, പിശാജ് എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും അതെല്ലാം ഉള്ളതാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകൾ പറയുന്ന ഒരുപാട് നോട്ട്സ് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ അനുഭവത്തിൽ ഇപ്പോൾ അസ്ട്രോളജർ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളിലും അനുഭവമുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങൾ അത് ബേസിക്കലി രണ്ട് തരത്തിലും ചിന്തിക്കാം. സയൻറ്റിഫിക്കായിട്ട് അതിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ അതിന് വേറെ ചില മാനദണ്ഡങ്ങളാണ് അതിനകത്ത് വരിക. അത് ജ്യോതിഷപരമായിട്ട് കബഡി വെച്ച് നോക്കുന്ന അവസരത്തിൽ 8ാം ഭാവം ബോഡി ശരീരമാണെന്ന് പറയും. ഇപ്പോൾ 8ാം ഭാവത്തിലോ 7ാം ഭാവത്തിലോ, 7ാം ഭാവം ദ്വിനരാശിനാന്ന് പറയും. അത് ശരീരത്തിൽ നിൽക്കുന്ന, നൃത്തത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ് 7ാം ഭാവം കൊണ്ട് ചിന്തിക്കുക. ആരുടത്തിൽ ഗുളികനുണ്ടെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ 7-8 ഭാവങ്ങളിൽ വരുമ്പോഴാണ്, അത് ബാധയുമായിട്ട് ബന്ധം വരുമ്പോഴാണ് നമ്മൾ ജ്യോതിഷപരമായിട്ട് പ്രേതബാധയുണ്ട് എന്ന് പറയുക. അതിനകത്ത് ചില അവസരങ്ങളിൽ ഗുളികൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മാന്നിയും സർപ്പമാകയാൽ എന്നൊരു പ്രമാണം വെച്ചിട്ട് മാന്നി ഗുളികൻ ഒരു സർപ്പത്തിൻ്റെ ദോഷമുണ്ടെന്ന് പറയും. ഈ സർപ്പം എന്ന് പറയുന്നത് ഞരമ്പുകളാണെന്ന് കൂടെ ആലോചിക്കണം. അപ്പോൾ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം പറയുമ്പോൾ ഇതുമായിട്ട് 6ാം ഭാവമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ ഈ ഒരു 6ാം ഭാവം 7ാം ഭാവം 8ാം ഭാവമായിട്ട് ബന്ധം വരിക, അത് ബാധയുമായിട്ടും ബന്ധം വരിക. അപ്പോൾ 4 രാശിയായിട്ട് ബന്ധം ഉണ്ടാവുക, ആരുടാധിപന് ബന്ധമുണ്ടെങ്കിൽ ഇവർ രാത്രി കിടന്നുറങ്ങും. അപ്പോൾ 4ാം ഭാവമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് ഇവർ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങില്ല, പെട്ടെന്ന് ഞെട്ടി ഉണരുന്ന അവസ്ഥയുണ്ടാവും. കാലിങ്ങനെ കൈയും കാലും ഇങ്ങനെ വിറയ്ക്കുന്ന അവസ്ഥയുണ്ടാവും, കണ്ണിങ്ങനെ പകുതി അടഞ്ഞിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും എന്ന് പറയും. ഉണ്ടോ എന്ന് ചോദിക്കും, ഉണ്ടോയെന്ന് ചോദിക്കും. ശരിയാണ്. 12ാം ഭാവമായിട്ട് ബന്ധം വരിക ചില കാര്യങ്ങളിൽ. അപ്പോൾ കുരവധ്വനി വന്നിട്ട് ശരിക്കും ഒച്ച കേൾക്കണ്ടോ നിങ്ങൾ? 6ാം ഭാവം 8ാം ഭാവം 12ാം ഭാവമായിട്ട് ബന്ധം വന്നപ്പോൾ നിങ്ങൾ താഴെ വീണിട്ടുണ്ട്. 4ാം ഭാവമായിട്ട് ബന്ധം വന്നെങ്കിൽ വാഹനവുമായിട്ട് ബന്ധമുണ്ടാവും. വാഹനത്തിൽ പോയപ്പോൾ നിങ്ങൾ വന്നു. ശുക്രനായിട്ട് ബന്ധം വന്നപ്പോൾ നിങ്ങൾ വാഹനത്തിൽ നിന്ന് ബന്ധം വന്നു. ശരി. 4ാം ഭാവം ശനിയുമായിട്ട് ബന്ധം, കുംഭസ്യ ചിറതോടെ പോയി നിങ്ങളൊരു ചിറയുടെ അല്ലെങ്കിൽ 3ഉം കൂടിയ ജംഗ്ഷനിൽ വെച്ചിട്ട് നിങ്ങൾ വീണതാണല്ലേ ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിരിക്കും ചെയ്യും, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ആരും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, കറക്റ്റായിട്ട് അത് പറഞ്ഞിട്ടുമുണ്ട്. ഇതെല്ലാത്തിനും കാരണം വരുമ്പോൾ പേടിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് പേടിക്കുക എന്ന് പറയുന്നത്? അവസ്ഥ പെട്ടെന്ന് ഇതാവുക. നമ്മൾ അയ്യർ ദി ഗ്രേറ്റ് കണ്ടിട്ടുണ്ട്. അയ്യർ ദി ഗ്രേറ്റിൽ മുകളിൽ വെച്ചിട്ട് ഇടിവെട്ട് വിട്ട് പേടിച്ചിട്ടാണ് അയാൾക്ക് 6th സെൻസ് വന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു ഇൻഡ്യൂഷൻ ലെവലിലേക്ക് വന്നു. ഹലൂസിനേഷൻ വളർന്ന് ഇൻഡ്യൂഷൻ ലെവലിലേക്ക് മാറി. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഹലൂസിനേഷനാണ്. ഏത് പ്രിഡിക്റ്റ് ചെയ്യുന്ന ഇൻഡ്യൂഷനുള്ള ആളുകൾക്കും ശ്രദ്ധിച്ചു നോക്കാം. ഈ കാണുന്ന കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തുള്ള ആളുകൾ ഒരു ഭയം ഉണ്ടായിട്ടുണ്ടാവണം അവരുടെ ജീവിതത്തിൽ. എത്രയോ ഉദാഹരണങ്ങൾ ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ പേരൊക്കെ പറയുമ്പോൾ അത് കോൺട്രവേഴ്ഷ്യലാവും, അതുകൊണ്ട് പേരൊന്നും പറയണില്ല. പല ആളുകളും പ്രിഡിക്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ അവർ ഭയം ഉള്ളിൽ തട്ടിയിട്ടുള്ള ആളുകളായിരിക്കും പറയുക. പണ്ടത്തെ ഋഷിമാരുടെ മാതിരിയല്ല അത്. മനസ്സിലായി. ഋഷിമാരുടെ കൊണ്ടുതന്നെ ഉണർത്തി അത് പ്രത്യേക രീതിയിൽ യോഗാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് അതൊക്കെ വരുന്നത്. ഇതെല്ലാം കാണാൻ പറ്റും. മഹാഗുരു, നമ്മുടെ ഈശ്വരൻ പരമേശ്വരൻ തന്നെ എല്ലാം കാണുന്നുണ്ട്, എല്ലാ ദേവന്മാരും കാണുന്നുണ്ട്. ആ ഒരു സെൻസിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രേതം എന്ന് പറയുന്നത് നെഗറ്റീവ് ഊർജ്ജമാണ് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക.
ഒരു ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് നിങ്ങൾ ക്രില്യൻ ക്യാമറയിൽ കൂടി വെച്ചിട്ട് ഏതെങ്കിലും സമയത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ എന്താ CCTV, അതിൽ ഇപ്പോൾ എത്ര ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറവൂർ താമസിക്കുന്നത്, അപ്പോൾ അതിനടുത്ത് കൈതാരത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കൈതാരം. അവിടെ ഒരു വീടുമായി ബന്ധപ്പെട്ട അവർ വന്നു, വീട്ടുകാരും ഒക്കെ കൂടി വന്നു പറഞ്ഞു, CCTV ദൃശ്യം എന്നെ ഇതിൽ മൊബൈൽ കാണിച്ചു. കണ്ടു കഴിഞ്ഞാൽ അതിശയിക്കും. ഗേറ്റ് കടന്ന് 2 രൂപങ്ങൾ ഇങ്ങനെ വന്ന് വൈറ്റ് കളറിൽ വന്ന് ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ പോയിട്ട് തിരിച്ചു പോകണു. ഇതെന്താ സാറേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് എനിക്കെന്ത് പറയാനാ, ഇത് ഞാൻ അത് ചോദിച്ചതിന് ശേഷമാണ് ഇവർ കാണിച്ചു തന്നത് കേട്ടോ. ഞാനത് ചോദിച്ചു തിരിച്ച്, ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പ്രശ്നങ്ങൾ ഇങ്ങനെ ഒച്ചയും തട്ടലും ഒക്കെ കേട്ടിട്ടുണ്ടോ, സ്റ്റെപ്പിൻ്റെ ഇത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ശരിയാണ് സാറേ, ഇത് കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ്, അപ്പോൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും. എന്താണ് ഊർജ്ജമാണ് അത് ആക്ച്വലി. നെഗറ്റീവ് ഉണ്ടാക്കുമോ എന്നുള്ളത് ദാറ്റ് ഈസ് ഡിഫറൻറ്റ്. കാരണം നമ്മൾ ഭയപ്പെടുന്നതനുസരിച്ചിരിക്കും, നമ്മൾ എങ്ങനെയാണ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മളുടെ പേടി, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ്. ഇത് കണ്ടിട്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ പേടിച്ചു. അത് നമ്മുടെ ഫിസിക്കലായിട്ട് വരുന്ന ഒരു സംഭവം മാത്രമാണ്, അല്ലാണ്ട് പ്രേതമൊന്നും ഉപദ്രവിച്ചിട്ടൊന്നുമല്ല. ഒരു ഞെട്ടൽ. ഇപ്പോൾ ശ്വാസം മുട്ടി കഴുത്തി പിടിച്ച് ഞെക്കണം വരിക, അല്ലെങ്കിൽ തലയിൽ നിൽക്കുന്നു, ആരെയും പേടിച്ചു പോയില്ലേ. തലയിൽ ഒരു രൂപം വന്ന് രാത്രി കിടന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്ന ആളിന് പെട്ടെന്ന് ഞെട്ടിപ്പോവും, സ്വാഭാവികമാണ്. ഇപ്പോൾ രാത്രി പണ്ടൊക്കെ ഞാൻ 12 മണി 1 മണിക്കൊക്കെ നടന്ന് ഇവിടെ ചന്ദനം കവലയിൽ നടന്ന് വീട്ടിലേക്ക് വരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. കാവുണ്ട്, ഭയങ്കര മഴ, ഒരു കൊമ്പൊടിഞ്ഞ് താഴെ വീണു. ഞാൻ ഞെട്ടിപ്പോയി, പെട്ടെന്ന് ഞെട്ടിപ്പോയി. പിന്നെ എനിക്ക് ഒരു സ്വഭാവമുണ്ട്, ഞാൻ കണ്ടുപിടിക്കുക, എന്താണെന്ന് കണ്ടുപിടിച്ചാൽ പോകുള്ളൂ, അല്ലെങ്കിൽ പോകുന്ന അറിയില്ല. ചെന്ന് നോക്കിയപ്പോൾ ഒരു കമ്പൊടിഞ്ഞ് ആ കാവിൽ വീണ് കിടക്കുകയാണ് എന്ന് പറഞ്ഞ മാതിരി നമ്മൾ വിശകലനം ചെയ്ത്. അപ്പോൾ പേടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സ്പോണ്ടനേറ്റിയിൽ ഉണ്ടാകുന്നതാണ്. അത് ബോഡിയുടെ ഒരു പ്രതിഭാസമാണത്, ശരീരത്തിൻ്റെ ഒരു പ്രതിഭാസം മാത്രമാണത്. പക്ഷേ പ്രേതമില്ല എന്ന് പറയാൻ പറ്റില്ല, പ്രേതമുണ്ട്. അത് അസ്ട്രോളജിക്കലായിട്ട് എങ്ങനെ മാറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു റിലവൻസ് ഉണ്ട്. കാരണം ഒരു ബാധയുള്ളൊരു കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു കുറച്ച് വർഷം മുമ്പ്. ഞാനൊരു ആവാഹനം നടത്തി തിരുവനന്തപുരത്ത് മുടവമകളിൽ മോഹൻലാലിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് 2 വീടിനപ്പുറമാണ് നടത്തിയത്. അവിടെ നിന്ന് വരുന്ന വഴിയല്ല, അതൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് ആവാഹിച്ചു കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് 7 ദിവസം ഈ സാധനം ആവാഹിച്ച സാധനം എന്ന സങ്കല്പമുണ്ട്. അത് ആ സങ്കല്പം നമ്മൾ 7 ദിവസത്തിനുള്ളിൽ ഇടണം. അത് ചെയ്തില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഇടയിൽ മോള് പ്രഗ്നൻ്റ് ആയിട്ടിരുന്നു. അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട്, അന്ന് ബുള്ളറ്റും ഉണ്ട്, കാറിൻ്റെ കൂടെ ബുള്ളറ്റ് പോയി. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, കാറിലാണ് ഈ സാധനം വെച്ചത്. അന്ന് പുണ്ടോ ആയിരുന്നു കാറ്, പുതിയ വണ്ടിയാണ്. ഞാൻ ഗുരു ഇവിടെ കോതമംഗലത്ത്, അപ്പോൾ പുള്ളി പറഞ്ഞിട്ട് ഞാനൊരു കർമ്മത്തിന് പോവുകയാണ്, ഒരു പൂജയ്ക്ക് വേണ്ടി സർപ്പത്തിൻ്റെ വെളുപ്പിനെ പോവുകയാണ്. ഒരു വറുത്ത പട്ടി ചാട്ടം ചാടി അതിൻ്റെ ഈ കണ്ടൻസർ ഉണ്ടല്ലോ, AC യുടെ കണ്ടൻസർ അങ്ങ് പോയി കിടന്നു, തിരിച്ചു പോരേണ്ടി വന്നു. അപ്പോൾ അതിനകത്താണ് ഈ സാധനം ഉണ്ടായിരുന്നതെന്ന് ആലോചിക്കണം. ഈ ആവാഹിച്ച സാധനം ഈ വണ്ടിക്കകത്ത് ഈ സൈഡിലിരിക്കുകയാണ്. അപ്പോൾ അന്ന് രാവിലെ കുറച്ച് കറുത്ത പക്ഷികളൊക്കെ വണ്ടിയിൽ വന്ന് ഇങ്ങനെ ഇതാക്കി. അപ്പോൾ എനിക്ക് എന്തോ സംതിങ് തോന്നി നെഗറ്റീവ്. പക്ഷേ ഞാനൊന്നും ഭവിച്ചില്ല, ഞാൻ പോവുകയും ചെയ്തു. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.